ഹലോ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലേക്ക് പുതിയ കുറച്ച് ഐറ്റംസ് ആഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗെയിമിലേക്ക് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സിറ്റിയാണ് ആഡ് ആയിരിക്കുന്നത്. ആ സിറ്റി എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് സെറ്റ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റിൽ വന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ഓർക്കുക, ചാടിക്കയറി പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ആക്കാൻ മറക്കരുത്. മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരത്തേക്ക് നിങ്ങൾക്ക് അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിനകത്ത് തുറന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നിങ്ങൾ ഓഫ് ആയിക്കോ. കാരണം ഇനി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്ലേ ക്ലിക്ക് ചെയ്യണം. പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കും. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ പുതിയ സിറ്റി, മോഡിഫൈഡ് ആയിട്ടുള്ള സിറ്റി ഇവിടെ ലോഡായിട്ട് കിട്ടും ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വീട്ടിൽ എന്തൊക്കെ വന്നു. വീട്ടിൽ ആദ്യം തന്നെ ഗൈസ് നമുക്കൊരു ബെഡ്റൂം വന്നിരിക്കുകയാണ്. ബെഡ്, നമ്മുടെ ബെഡ് കുറേ ഉയർത്തി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം താഴത്തി ആടി വീഴുമ്പോൾ ജാഗ്രത. നമ്മൾ സേഫായിട്ട് തന്നെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സോഫയും ടീപ്പോയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ പുതിയ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡിഫൻഡർ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ആയിട്ടൊരു ചെടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു വേസ് പോലെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിനടുത്തുള്ള ഒരു ചിൽ മോഡ് കിട്ടാൻ വേണ്ടി അവിടുത്തെ കുറച്ച് ചെയർസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് 2 കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളിത് നേരെ ചെല്ലുമ്പോൾ നമ്മുടെ ഡിഫൻഡറൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഗൈസ് ഇവിടെ ഒരു ഗ്യാരേജ് കൊടുത്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്യാരേജ്, നല്ല കളർഫുൾ ആയിട്ട്. ഇതൊന്നും അല്ലെന്ന്, ഇനി ഇതുക്ക് മേലെ വരാതിരിക്കും. ഇതുക്ക് മേലെ നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഇവിടെ 9191 അടിച്ച് താറ് വിളിക്കുന്നുണ്ട്. നമുക്ക് താറിൽ ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് വരാം. താറിന് ബ്ലാക്ക് കളർ തന്നെയാണ് എപ്പോഴും ചേരുന്നത് ഗൈസ്. അപ്പം നമ്മളിതേ പോവാണ്. അപ്പം നമ്മൾ റൈഡ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിതേ കയറി ചെല്ലുമ്പോൾ തന്നെ ഗൈസ് ഒരു പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ നമുക്ക് ചെറിയൊരു പോർച്ച് പോലെ നമുക്ക് ഇവിടെ ചുമ്മാ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരു സംഭവം കൂടെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സമോസ ഷോപ്പാണ്. സമോസ ഷോപ്പ് നമ്മുടെ ഡെവലപ്പറിനെ തെറ്റിപ്പോയിട്ട് സ്മോസ എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, ഏതായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ സമോസയൊക്കെ വെച്ചിരിക്കുന്ന നല്ല റിയാലിറ്റി ആയിട്ട് നമുക്ക് കാണാം. ഒരു ചേട്ടൻ സമോസ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഒരു സമോസ. അപ്പം നമ്മൾ സമോസയൊക്കെ തിന്ന് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പോവാം. ഇതൊന്നും അല്ല ഗൈസ്, കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീടിന് മുന്നിലായിട്ട് പുതിയൊരു ഫ്ലാഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലണം ഗൈസ്. നേരെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കാണാൻ പറ്റും ഗൈസ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പ്. ഗൈസ് സൈഡിലോട്ട് തിരിഞ്ഞാൽ എന്താണ്, നമ്മളേതായാലും നോക്കും ഗൈസ്. നമുക്ക് നോക്കിയാലേ തീർത്തും ഒരിക്കലും ഒരു സംശയം അവശേഷിപ്പിക്കത്തില്ല. അപ്പം നമ്മൾ നോക്കാൻ പോവാം. നമ്മളിത് നേരെ കയറ്റം കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങാം ഗൈസ്. ഓ ഗൈസ് ഇതൊരു വീടാണ്. ഒരു കയറ്റത്തിൽ കയറി പോകുമ്പോൾ ഒരു വീടാണ്. ഗൈസ് എന്താണ് ഗൈസ് ഇവിടെ നിഴല്? നമുക്ക് ഏതായാലും ഡോൺ ക്യാമറ അടിച്ചൊന്ന് ഫുൾ വീടൊന്ന് കണ്ടു നോക്കാം. ഗൈസ് എന്തിൻ്റെ നിഴല്? ഗൈസ് മണ്ടയിൽ ഫാൻ കറങ്ങും. കാര്യം കണ്ടാൽ നമുക്ക് ഡോൺ ക്യാമറ അടിച്ച് വീടൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ RGS ടൂളിൽ DON ഡോൺ ഒന്ന് അടിക്കുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. നമ്മളിതേ പോവാണ്. ഓ ഗൈസ് സീൻസ് ആണ് ഗൈസ്. നമ്മുടെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ ഹൗസ് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഡോണിൽ കൂടെ തന്നെയാണ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ മോഡിഫൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇതുവഴി കയറി പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണാൻ പറ്റും. ഓ ഗൈസ് ചെറിയൊരു ഫോറസ്റ്റ് പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എന്തോ ഒരു കാർ പോർച്ച് പോലത്തെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട്. അത് മനസ്സിലായവരുണ്ട് ഈ കമൻറ്റ് ചെയ്യണം. പിന്നെ ഗൈസ് അതിൻ്റെ നേരെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ട് പോലെ കാണാൻ പറ്റും ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോർട്ട്. പിന്നെ ഗൈസ് അങ്ങ് സീ സൈഡിലും ഉണ്ട് ഗൈസ് കുറേ ഐറ്റംസ്. പിന്നെ ഗൈസ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റാമ്പ് വെച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ RGS എന്നൊക്കെ ചുമ്മാ എഴുതി. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് ഇരുമ്പോൾ ഗൈസ് കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ AFE എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കഴിച്ച ഒരു കിടിലൻ സംഭവം ഉണ്ടായാൽ നിങ്ങൾ കാണിച്ചു തരാം. തന്നെ ചെറിയൊരു ഫോറസ്റ്റ് പോലെ അവരെന്തോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു നിധിപ്പെട്ടി പോലെ ഒരു ട്രഷർ പോലെ അവരാക്കിയിട്ടുണ്ട്. പിന്നെ ഇതന്നെ ഗൈസ് ഗൈസ് ഒരു ടോയ് ഷോപ്പ്. ഇതൊന്ന് കാണണമല്ലോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് എന്തായാലും കയറുന്നു. വാവ് കിടിലൻ ടോയ് ഷോപ്പ് ഗൈസ്. ടോയ്സ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അവർ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വന്നേ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ന്യൂ ഹൗസ് വന്നു ഗൈസ്. ഇതുണ്ട് അടിപൊളി ഹൗസാണ്. ഇവിടെ ഒരു കാർ പോർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൗസിലോട്ട് കയറാൻ വേണ്ടി തന്നെ ഇവിടെ ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡോർ വഴി ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സീൻസ് ആണ് ഗൈസ്. നമ്മുടെ വീട്ടിലുള്ള അതേ പ്രോപ്സ് തന്നെ ഉപയോഗിച്ചിട്ട് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കാണാൻ പറ്റുന്നതായിരിക്കും.
അവിടെ എന്താണ് ഗൈസ്, അവിടെ ഒരു ഡോറാണ്. ഓ ഗൈസ്, വേറെ എൻട്രൻസ്, സ്റ്റെയറിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ ഗൈസ് നമ്മൾ നേരെ മണ്ടയിലോട്ട് പോയി, ഇതാണ് നമ്മുടെ ബാൽക്കണി. പിന്നെ ഇവിടെ ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി സാധനമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ഈ വന്നതിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇനി നമ്മുടെ വില്ലേജിൽ പോയി നോക്കാം എന്തെങ്കിലും. വില്ലേജിൽ പ്രത്യേകിച്ചൊന്നും വന്നില്ല. ഇനി നമ്മുടെ ഓൾഡ് ഹൗസിൽ എന്തെങ്കിലും വന്നോ നോക്കാം ഗൈസ്. ഓൾഡ് ഹൗസിലും പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. എയർപോർട്ടിനവിടെ പോയാലോ? എയർപോർട്ടിലും പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. എങ്കിലും ഇതിൽ വേറെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ വന്ന് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ ഒരുപാട് കാണാനുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരണം. അപ്പോൾ അത് നമ്മളിത് കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് കൺഫേം ആയിട്ടുള്ള ഒരു ഐറ്റം ആഡ് ആകാൻ പോവാണ് ഗൈസ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൻ്റെ പേരായ ഹണീബി തന്നെയാണ് ഗൈസ്. അതേ ഗൈസ്, നമ്മുടെ ഹണീബിയുടെ മണ്ട റൈഡ് ചെയ്യാവുന്ന ഫീച്ചറൊക്കെ ആഡ് ആയിട്ടുള്ള ഹണീബി വരാൻ പോവാണ് ഗൈസ്. അത് കൺഫേം ആണ്, 100% കൺഫേം ആണ്. ചിലപ്പോൾ ഇത് പ്ലഗിൻ ആപ്പിലെ അപ്ഡേറ്റ് വഴി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗെയിമിൽ ഒരു ഷീറ്റ് കോഡ് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ പിക്കൊക്കെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി ഗൈസ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഹണീബി ചാനൽ എന്ന് തന്നെ. അത് 100% കൺഫേം ആയിട്ട് നിങ്ങൾ വെച്ചോ. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിരുന്നോ അത് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ആവുക തന്നെ ചെയ്യും. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകാൻ പോകുന്നില്ല, ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ ക്യാറ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ക്യാറ്റിനെ. എത്ര പേർക്ക് ആ ക്യാറ്റിന് ഇഷ്ടമായെന്ന് ഞാനിപ്പോൾ ഈ ക്യാറ്റിൻ്റെ പിക്കൊക്കെ ഈ സൈഡിൽ കൊടുക്കാം. അടിപൊളി ക്യാറ്റാണ്, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു 80% കൊടുക്കാം. അത് കൺഫേം ആവുമെന്ന്, കൺഫേം ആയിട്ടില്ലെങ്കിൽ ഒരു 80% ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് GTA 6ൻ്റെ ഒരു മാപ്പ് ആഡ് ആകും. അതും ഗൈസ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ കിട്ടും. ഏതായാലും സംഭവം അടിപൊളിയാണ്, സീനാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.